ജി റിപ്പീറ്റ് ചെയ്യാൻ സൈലം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം? ജെ ചൂസ് ചെയ്യാൻ എൻ്റെ ഡ്രീം ഇസ്രോ ആണ്. എനിക്ക് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് അതാണ് എനിക്ക് താല്പര്യം. ഇസ്രോയിൽ സയൻറ്റിസ്റ്റ് ആവാമെന്നാണ് എൻ്റെ ഡ്രീം. അപ്പോൾ ജി എക്സാം എന്തായാലും എഴുതണം. ജി മെയിൻസും അഡ്വാൻസും ക്ലിയർ ചെയ്യണം. സൈലം ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താ വെച്ചാൽ ഞാൻ +2 സൈലത്തിലായിരുന്നു, ഓൺലൈനായിട്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ആ ഒരു ടീച്ചിങ് മെത്തേഡും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ സൈലത്തിൽ തന്നെ പോവാന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചു ഞാൻ അങ്ങനെ വന്നു. പക്ഷേ ഇവിടെ ഹൈബ്രിഡ് സിസ്റ്റമാണ് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം കേരളത്തിൽ ആദ്യമായിട്ടാണ് സൈലമാണ് ഹൈബ്രിഡ് വരുന്നത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നോ? ഹൈബ്രിഡിനെ കുറിച്ച് ഈ പുറത്തുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻസിലൊക്കെ ഇങ്ങനെ ഹൈബ്രിഡ് സിസ്റ്റം അനുസരിച്ച് ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ശരിക്കും ഹൈബ്രിഡ് നല്ലൊരു എക്സ്പീരിയൻസ് ആയി എനിക്ക്. ശരിക്കും ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഒരു ഡേ പറഞ്ഞാൽ 2 ഡേ ആണ്. ഒരു ഡേ പറഞ്ഞാൽ 2 ഡേ. അതിൽ ഒരു ഓൺലൈൻ ഡേ പിന്നെ ഓഫ്ലൈൻ ഡേ. ആ ഫസ്റ്റ് ഓൺലൈൻ ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് വീഡിയോ ക്ലാസ് കാണാൻ, പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ, ഡൗട്ടുള്ളത് എല്ലാം നമുക്ക് സെൽഫ് സ്റ്റഡിക്ക് ഒരു ഡേ തരും. പിന്നെ രണ്ടാമത്തെ ദിവസം ഓഫ്ലൈൻ ഡേ ആണ്. പിന്നെ ഇവിടെ വന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, പ്രോബ്ലംസ് ചെയ്യുന്നു, പിന്നെ ഡൗട്ട് ക്ലിയറൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു സംഭവം ഈ ഹൈബ്രിഡ് സിസ്റ്റം. +2 നമ്മൾ സാധാരണ ഓഫ്ലൈൻ ക്ലാസ് ഡെയിലി സ്കൂളിൽ പോകുന്നു, വീട്ടിൽ നിന്നൊക്കെ പഠിക്കുന്നു, പിന്നെയും പിറ്റേ ദിവസം സ്കൂളിൽ പോകുന്നു, അങ്ങനെയാണല്ലോ. ഹൈബ്രിഡ് ആകുമ്പോൾ രണ്ടും ഉണ്ട്, ഓൺലൈനുണ്ട് ഓഫ്ലൈൻ ഉണ്ട്. ഇത് അഡാപ്റ്റ് ചെയ്യാൻ വിഷമമുണ്ടായിരുന്നോ പെട്ടെന്ന് ഈ മെത്തേഡ്? ഉണ്ടായിരുന്നു. ആദ്യം എനിക്ക് ഒട്ടും പറ്റില്ലായിരുന്നു. ഈ ഒരു ഡേ ഓഫ്ലൈൻ അങ്ങനെയൊക്കെ പറ്റുമോ, നമ്മളെ കൊണ്ടൊക്കെ പറ്റുമോ, ചെയ്യാനൊക്കെ പറ്റുമോ എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ അഡാപ്റ്റ് ആയി. എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നു. ഹൈബ്രിഡ് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം സെൽഫ് സ്റ്റഡിക്ക് അവിടെ ഒരു ടൈം നമുക്ക് തരുന്നു. ഏകദേശം എത്ര മണിക്കൂർ നമുക്ക് സെൽഫ് പ്രിപ്പറേഷൻ സമയം കിട്ടുന്നുണ്ട്? ആദ്യം എനിക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യം ഈ ടൈം മാനേജ്മെന്റ് ആയിരുന്നു. വീഡിയോ ക്ലാസ് ഇപ്പോൾ ചില വീഡിയോസ് ഒക്കെ നല്ല ലെങ്തി ആയിരിക്കും. അപ്പോൾ ആ വീഡിയോ ക്ലാസ്സിൽ ഒരുപാട് ടൈം പോകുന്നു, പിന്നെ സെൽഫ് സ്റ്റഡിക്ക് ടൈം കുറയുന്നു. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു. ഒരു 1 month ഒക്കെ 2 month ഒക്കെ ഉണ്ടായിരുന്നു ഇനീഷ്യൽ സ്റ്റേജിൽ. ഇനീഷ്യൽ സ്റ്റേജിൽ എന്തായാലും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സിനോട് സംസാരിച്ചപ്പോഴാണ് കുറച്ച് ഇങ്ങനെ ഈ ക്ലാസ് കാണാൻ കുറച്ച് ടൈം, അത് കഴിഞ്ഞിട്ട് സെൽഫ് സ്റ്റഡിക്കായിരിക്കണം കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും അതിനൊക്കെ കുറച്ചുകൂടി ടൈം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ചെയ്ത് ക്ലാസ് കാണാനും അങ്ങനെ ടൈം നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ പണി പാളും. സെൽഫ് സ്റ്റഡി നമുക്ക് ഓൺലൈൻ ക്ലാസ്സുള്ള സമയത്ത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ ഹോസ്റ്റൽ മേറ്റ്സും ഉണ്ടാവും ഒപ്പം അല്ലേ? അപ്പോൾ എത്രത്തോളം എഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്? ഹോസ്റ്റലിൽ വന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് പഠിക്കുന്ന ആളാണ്. കമ്പൈൻ സ്റ്റഡി എനിക്ക് പറ്റില്ല. ഞാൻ +2 വരെ അങ്ങനെയായിരുന്നു. പക്ഷെ ഹോസ്റ്റലിൽ വന്ന ശേഷം എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയത് എൻ്റെ പിയർ ഗ്രൂപ്പാണ്. അവർ നല്ല സപ്പോർട്ടായിരുന്നു. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവളുടെ പേര് ഹിബ സാലിഹ്. അപ്പോൾ അവളുടെ കൂടെ ആയിരുന്നു ഞങ്ങൾ നല്ല കോമ്പറ്റീഷനായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, കുറേ തിയറി പറയുന്നു, പിന്നെ കുറേ ഓർത്തെടുക്കാൻ വേണ്ടി കുറേ ട്രിക്സും ടിപ്സും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അത് ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതെനിക്ക് ഇവിടെ വന്നിട്ടാണ് കമ്പൈൻ സ്റ്റഡിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് ഇവിടെ ഹോസ്റ്റലിൽ വന്ന ശേഷം എനിക്ക് മനസ്സിലായി. അതെനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ്. ഇപ്പോൾ ഹോസ്റ്റൽ ഡേ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. എന്നുവെച്ചാൽ ഒരു ദിവസത്തെ നമ്മൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിനൊരു 1ാമത്തെ ദിവസം ഓൺലൈൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടുത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫാക്കൽറ്റി അവിടെ ഡൗട്ട് ക്ലിയറിങ്ങിനായിട്ട് വരുന്നുണ്ട്. എത്രത്തോളം എഫക്റ്റീവ് ആണ്? അത് വളരെ നല്ലൊരു ഇതായിരുന്നു. കാരണം ഓൺലൈൻ ഡേയ്സിൽ ഇപ്പോൾ ഇപ്പോൾ ക്ലാസ് വീഡിയോ ക്ലാസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. എല്ലാം നമുക്ക് കാണേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി +2 നല്ല പക്കയായിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ചില ഡൗട്ട്സ് ഉള്ളത് മാത്രമായിരിക്കും കാണേണ്ടത്. പിന്നെ ആ ദിവസം തന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് ടീച്ചേഴ്സ് വരുമായിരുന്നു. അപ്പോൾ എന്ത് ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം ആ ദിവസം തന്നെ വരുമ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഡൗട്ട് വന്ന് താഴെ ടീച്ചർ ഉണ്ട്, നമുക്ക് വേഗം പോയി ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു. ആ ഓൺലൈൻ ഡേയ്സിൽ സാർമാർ ടീച്ചേഴ്സ്മാർ ഞങ്ങളുടെ ഹോസ്റ്റലിൽ നല്ല ഉപകാരമുണ്ടായിരുന്നു. ഹൈബ്രിഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് റിവിഷനാണ്. കണ്ടിന്യൂസ് റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, പിറ്റേ ദിവസം പഠിക്കുന്നുണ്ട്, പരീക്ഷകൾ അങ്ങനെ. അത് എത്രത്തോളം എഫക്റ്റീവാണ്? നമുക്ക് ഏതൊക്കെ സമയത്താണ് ഒരു ടോപ്പിക് തന്നെ ഈ 2 ദിവസങ്ങളിൽ എത്ര പ്രാവശ്യം പഠിക്കുന്നുണ്ട്? അതെ, അത് ശരിയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഓൺലൈൻ ഡേയ്സിൽ നമ്മൾ ഒരിക്കൽ കേൾക്കും, സ്വന്തമായിട്ട് ഒരിക്കൽ നമ്മൾ പഠിക്കും, പിന്നെ വീഡിയോ ക്ലാസ്സിൽ കാണും, പിന്നെ പിറ്റേ ദിവസം ഇവിടെ വന്ന് ശരിക്കും ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ
നമ്മൾ സാധാരണ ക്ലാസ് എന്ന് പറയുമ്പോൾ സ്കൂളിലെ ക്ലാസ് രാവിലെ തുടങ്ങുന്നു, വൈകിട്ട് പോകുന്നു, വീണ്ടും പിറ്റേ ദിവസം അങ്ങനെ. ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് പുതിയൊരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല, നമ്മൾ ടീച്ചേഴ്സിന്റെ ക്ലാസ് നോക്കി ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ തലേ ദിവസം നമ്മൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം വരുമ്പോൾ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റാണ്. ഒന്നും അറിയില്ല എന്നുള്ള രീതിയിലായിരിക്കില്ല വരിക. ഭയങ്കര ഒരു കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ എന്ത് പ്രോബ്ലം നമ്മൾ ഇന്നലെ പഠിച്ചതല്ലേ, ആ ഒരു കോൺഫിഡൻസിൽ ഏത് പുതിയ ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റുന്ന പോലെ തോന്നി. അതെനിക്ക് നല്ല. ഓഫ്ലൈൻ ക്ലാസ്സിലാകുമ്പോൾ കുറച്ച് പിള്ളേർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പം ഒന്നും അറിയാത്ത ആളുകൾ ഇങ്ങനെ വൈകുന്നേരം നിൽക്കേണ്ട ഇവിടെ അങ്ങനെ ഒരു അവസ്ഥ വരുന്നില്ല. അതൊരു ഹൈബ്രിഡ് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ആണെന്ന് തോന്നുന്നു അല്ലെ. എല്ലാവരും ഈക്വൽ ആണ്. ക്ലാസ് ഓൾറെഡി കേട്ടതാണ്, നമുക്ക് അറിയാം അല്ലെ. DTS എത്രത്തോളം DTS നല്ല ഇതായിരുന്നു. നമ്മുടെ ഡെയിലി ഉള്ള പ്രോഗ്രസ് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഫാക്ടറാണ്. എൻ്റെയൊക്കെ DTSൽ നല്ല മാർക്ക് നന്നായിട്ട് കൂടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, നന്നായിട്ട് കുറയുന്ന ഒരു സമയം, എല്ലാം എനിക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ വീക്ക്ലി ടെസ്റ്റ് ആയാലും GAB ഒക്കെ നല്ല യൂസ്ഫുൾ ആണ്. പിന്നെ ഇവിടുത്തെ എനിക്ക് ഏറ്റവും പറയാം അതെനിക്ക് എന്തായാലും പറയണം, അതായത് ഇവിടുത്തെ ടീച്ചേഴ്സാണ്. ഡൗട്ട് ക്ലിയറൻസിന് നമ്മൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് എന്ത് കുഞ്ഞു ഡൗട്ടാണെങ്കിലും അവർ പറഞ്ഞു തരും. അങ്ങനെ ഇവിടുത്തെ ടീച്ചേഴ്സിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, എത്ര വലുതായാലും എത്ര കുഞ്ഞു ഡൗട്ട് ഉണ്ടെങ്കിലും ബേസ് തൊട്ട് പറഞ്ഞു തരുന്ന ഒരു സംഭവം എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പൊ നമ്മുടെ GIB സെന്റേഴ്സ് ഒക്കെയാണ് ജിയുടെ മെയിൻ എക്സാം നടത്തുന്ന സെന്റേഴ്സ് ആയിട്ട് ഉണ്ടാവാറുള്ളത് പൊതുവെ. അങ്ങനെ വരുമ്പോൾ GIB എന്ന് പറയുന്നത് നമുക്കറിയാം CBT മോഡലാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. ആക്ച്വൽ JEE മോഡൽ തന്നെയാണ് GIB നടക്കുന്നത്. ഓരോ GIB കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഇംപ്രൂവ്മെന്റ് എങ്ങനെയായിരുന്നു? അതെ, ഫസ്റ്റ് GIBക്ക് എനിക്ക് കുറവായിരുന്നു. ഈ ടൈം മാനേജ്മെന്റ് എനിക്ക് നല്ല പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ അടുത്ത GIBയിൽ, പിന്നെ കഴിഞ്ഞ GIBയിൽ എന്തൊക്കെയാണോ മിസ്റ്റേക്ക് വന്നത് അത് നോക്കി അതിൻ്റെ ഏതൊക്കെ തെറ്റി അതൊക്കെ നോക്കിയിട്ടായിരിക്കും നെക്സ്റ്റ് GIBക്ക് പോവാം. കുറച്ചൊന്ന് ഇമ്പ്രൂവ്മെന്റ് ആവാൻ പറ്റുന്നത്. ടൈമിൽ എനിക്കിപ്പോൾ ഇപ്പോൾ ടൈമിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ആദ്യമൊന്നും എനിക്ക് ഒട്ടും പറ്റിയില്ലായിരുന്നില്ല. പക്ഷേ ഈ GIBs നല്ല ഈ ടൈം മാനേജ്മെന്റിന് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻസ് ആയാലും നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ജെയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതും കീമിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ GIBയിൽ വരുന്നത്. സ്കോറിൽ എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ട്? അത് ആദ്യം എനിക്ക് നല്ല കുറവായിരുന്നു. പിന്നെ ആയിരുന്നു കുറച്ചധികം ഇങ്ങനെ കൂടി വന്നത്. പക്ഷേ ഈ GIBയിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് സൊല്യൂഷൻസും ടാബിൽ തരും. അതുകൊണ്ട് തന്നെ തെറ്റി എവിടെയാണോ അതൊക്കെ വീണ്ടും പഠിക്കാനുള്ളൊരു ഓപ്ഷനും ഉണ്ട്. അതുകൊണ്ട് നല്ല യൂസ്ഫുൾ ആണ്. സൈലമാണ് ആദ്യമായിട്ട് കേരളത്തിൽ ജെയ്ക്ക് ഹൈബ്രിഡ് കൊണ്ടുവന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇയാളെ സംബന്ധിച്ചാണെങ്കിൽ ഈ ഹൈബ്രിഡ് സിസ്റ്റം ഇതുവരെ കേട്ടിട്ടില്ല. ഒരാളോട് ചോദിച്ച് മനസ്സിലാക്കുന്നില്ല ഹൈബ്രിഡ് നല്ലതാണോ ഇല്ലേ എന്നുള്ള ചോദിച്ച് മനസ്സിലാക്കാൻ. അപ്പോൾ ആദ്യമായിട്ട് സൈലത്തിനെ വിശ്വസിച്ചിട്ട് ഹൈബ്രിഡ് ചെയ്യാം എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അത് ഉറപ്പിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി പുറത്തുള്ള ആളുകളോട് നമുക്ക് ധൈര്യപൂർവ്വം പറയാം അല്ലേ? എന്താണ് ഇനി വരുന്ന ആസ്പിരൻസിനോട് പറയാനുള്ളത് ഹൈബ്രിഡിനെ കുറിച്ച്, സൈലത്തിന്റെ ഹൈബ്രിഡിനെ കുറിച്ച്? എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഹൈബ്രിഡ് സിസ്റ്റം. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഡേ എന്ന് പറയുമ്പോൾ 2 ഡേ ആണ്. അപ്പോൾ നമുക്ക് സെൽഫായിട്ട് വർക്ക് ചെയ്യാനും പിന്നെ അതേപോലെ തന്നെ പിറ്റേ ദിവസം ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പോടുകൂടി ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്യാം. അങ്ങനെ 2 സെഷനായിട്ട് നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ആ 2 സെഷനും നല്ല ടൈം മാനേജ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്താൽ അടിപൊളിയായിട്ട് പഠിക്കാം.